എല്ലാവർക്കും നമസ്കാരം. തായമ്പയെ പറ്റി ഒരുപാട് പറയേണ്ട ഒരു വിഷയമൊന്നും ചെമ്പരത്തിന്റെ മിറ്റത്തില്ല. കാരണം ഒരുപാട് കലാകാരന്മാർ ഇതേപോലെ ഇവിടെ വന്ന് തായമ്പ കൂട്ടി പോയ ആൾക്കാരാണ്. എന്നാലും തായമ്പയെ പറ്റി രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് തായമ്പക എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റി പറയാം. തായമ്പക എന്ന് പറയുന്നത് താളത്തിൽ വക കൊട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തായമ്പകയിൽ എണ്ണങ്ങൾ ആണ് പ്രധാനം. എണ്ണങ്ങൾ കൊട്ടി കൂർപ്പിച്ച് കൊണ്ടുവരിക എന്നതാണ് തായമ്പകയുടെ ഒരു പ്രധാന കാര്യം. ഈ തായമ്പക പ്രധാനമായും 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് കൊട്ടുക. അതിലാദ്യം പതികാലം എന്ന് പറയുന്നത് ചെമ്പട താളത്തിലാണ്. ചെമ്പട എന്ന് പറഞ്ഞാൽ 8 അക്ഷരം. 8 അക്ഷരം എന്ന് പറഞ്ഞാൽ 1 മുതൽ 8 വരെ എത്തിയിരുന്ന സമയം. അതാണ് ഒരു താളവട്ട ചെമ്പട. നമ്മുടെ തായമ്പക തുടങ്ങുന്നത് ഈ ചെമ്പട അടിസ്ഥാനമാക്കിയിട്ടാണ്. അതാണ് പതികാലം അല്ലെങ്കിൽ പതിഞ്ഞ കാലം, അതുമല്ലെങ്കിൽ ചെമ്പട വട്ടം എന്ന് പറയുന്നത്. ഇനി ഈ ചെമ്പട വട്ടത്തിന് അല്ലെങ്കിൽ ഈ പതികാലത്തിന് വീണ്ടും 4 ഭാഗങ്ങളാക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ഭാഗം സമം, രണ്ടാമത്തെ ഭാഗം വിടംബം, മൂന്നാമത്തെ ഭാഗം മധ്യമം, നാലാമത്തെ ഭാഗം ദ്രുതം. ഇങ്ങനെ 4 കാലങ്ങളിലായിട്ടാണ് പതികാലം ഉണ്ടാക്കിയിരിക്കുന്നത്. പതികാലം കഴിഞ്ഞാൽ കൂറ് എന്ന് പറയുന്നൊരു ഭാഗം. പ്രധാനമായും കൂറ് എന്ന് പറയുന്നത് 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് അടന്തക്കൂറ്, 2 പഞ്ചാരിക്കൂറ്, 3 ചെമ്പക്കൂറ്. ഇങ്ങനെ ഒരു തായമ്പകയിൽ ഇത് ഏതെങ്കിലും ഒരു കൂറ് കൊട്ടണം എന്നുള്ളതാണ് അതിന്റെ നിയമം.